ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. ഈ മണിക്കൂറിൽ സുപ്രധാനമായ വാർത്തകളാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നാടകീയ രംഗങ്ങൾ. EVM തിരിമറി ആരോപിച്ച് ഭവാനിപൂരിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന ഷൈഖാവത് മെമ്മോറിയൽ സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം. തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഒരു പോലീസുകാരന് പരിക്കേറ്റു. ആ ദൃശ്യങ്ങളിലേക്കാണ്. നേരത്തെ കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ച ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമമെന്നാരോപിച്ചും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, ഈ മണിക്കൂറിൽ വരുന്നത് പശ്ചിമ ബംഗാളിൽ നടക്കുന്ന അതിനാടകീയ രംഗങ്ങളാണ്. പോലീസുകാർക്കുൾപ്പെടെ പരുക്കേൽക്കുന്നു. മാത്രമല്ല, പ്രതിഷേധ സ്ഥലത്ത്, സംഘർഷ സ്ഥലത്ത് മമതാ ബാനർജി നേരിട്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. വിവരങ്ങൾ എങ്ങനെ? പശ്ചിമ ബംഗാളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് EVM തിരിമറി ആരോപിച്ച് ഭവാനിപൂരിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന ഷൈഖാവത് മെമ്മോറിയൽ സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും അത്തരത്തിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധക്കാരെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാ ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, മമതാ ബാനർജിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, പോലീസുകാർക്കുൾപ്പെടെ തന്നെ പരുക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. തീർച്ചയായും ഇന്നിപ്പോൾ രാത്രി കൊൽക്കത്തയിൽ അതിനാടകീയ രംഗങ്ങൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മമതാ ബാനർജി തന്നെ നേരിട്ട് ഈ പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്തേക്ക് എത്തുന്നു. മറുവശത്ത് മറ്റൊരിടത്ത് നേതാജി ഇൻഡോർ സ്റ്റേഡിയം, ഈഡൻ ഗാർഡൻസിന് തൊട്ടടുത്തുള്ള അവിടെ മറ്റ് ഈ തൃണമൂൽ നേതാക്കൾ എത്തുകയും അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ പലയിടങ്ങളിലായി ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം നടത്തുന്നു. അതിൻ്റെയൊക്കെ മുൻനിരയിൽ മമതാ ബാനർജി തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നിപ്പോൾ വൈകിട്ട് മമതാ ബാനർജി പുറത്തുവിട്ട വീഡിയോയിൽ പ്രവർത്തകർക്കുള്ള സന്ദേശമായി അവർ പറഞ്ഞത്, എല്ലാവരും അടുത്ത ദിവസങ്ങൾ ഈ വോട്ടെണ്ണി തീരും വരെ അതീവ ജാഗ്രതയോടെ തന്നെ നിൽക്കണം എന്നതാണ് മമത മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യം. ഭവാനിപൂരിൽ വേണ്ടി വന്നാൽ ഞാൻ തന്നെ രംഗത്തിറങ്ങാം എന്നും ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ തരത്തിൽ മമതാ ബാനർജി ഇറങ്ങി അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ഏതായാലും ഷെഖാവത് മെമ്മോറിയൽ സ്കൂളിൽ ഇപ്പോൾ മമതാ ബാനർജി ഇപ്പോഴും അകത്തുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയമായി മമതാ ബാനർജി അതിനകത്ത് തന്നെയുണ്ട്. സ്കൂളിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന തൃണമൂലിന്റെ ഒരു വാൻ അത് പുറത്തേക്ക് എടുത്ത സമയത്ത് BJP പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ആ വാഹനം തടയുകയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ആ പ്രതിഷേധക്കാരെ നേരിടുന്നതിനിടെയാണ് പോലീസിന് പരിക്കേൽക്കുകയും ചെയ്തത്. പരിക്കേറ്റ ഒരു പോലീസുകാരനെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സമരക്കാരെ തൽക്കാലത്തേക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. ഇവിടെ ഒരു ബാരിക്കേഡ് കുറച്ച് അകലെയായി ഇപ്പോൾ സ്ഥാപിച്ച് ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. തൃണമൂൽ പ്രവർത്തകരും BJP പ്രവർത്തകരും ഇവിടെ സംഘടിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. കേന്ദ്രസേന ഉദ്യോഗസ്ഥരും കാര്യമായി തന്നെ ഉണ്ട്. मुझे पुलिस ने नाखून मारा, इधर में देखिए, खींच लिया, कपड़े फाड़ दिए, मुझे मारा, इधर में देखिए, मारा मेरे गर्दन में. बहुत सारे लोगों को मेरे सिख भाई का पकड़ी खोल दी है. हाँ, BJP से है हम लोग जानना चाहते हैं वो वाला गाड़ी किधर मिला है, वो वाला गाड़ी कैसे हटाए. नहीं बोला है हम लोग को टॉर्चर किया. ब्राह्मण का भी शाप है, वो इस पर हारेगी पूरा सत्ता से बाहर. ഓക്കെ, BJP പ്രവർത്തകന്റെ പ്രതികരണമാണ് കണ്ടത്. ആ വാഹനം തടയാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിനുള്ളിൽ തൃണമൂലിന്റെ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്ന. ഒരു തിരിമറിക്ക് തൃണമൂലാണ് ശ്രമിക്കുന്നത് എന്നൊരു ആരോപണമാണ്, മറുവാദമാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ഇവിടെ നടത്തുന്നത്. അങ്ങനെയാണ് ഇരുവിഭാഗം നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും പോലീസിന് ഈ സംഘർഷ സാഹചര്യം ഒന്ന് അയക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇവിടെ വരും മണിക്കൂറുകളിൽ ഈ മമതാ ബാനർജി പുറത്തിറങ്ങും വരെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് കൂടുതൽ കേന്ദ്രസേന ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കേന്ദ്രസേനാ ഉദ്യോഗസ്ഥരുടെ ഒരു നിയന്ത്രണം ഇപ്പോൾ മുൻവശത്ത് കൊൽക്കത്ത പോലീസിനെയാണ് കാണുന്നത്. പക്ഷേ അതിന് പുറകുവശത്ത് സായുധരായ കേന്ദ്രസേന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുമുണ്ട്. ഏതായാലും ഒരു വലിയ സംഘർഷ സാഹചര്യം ഇവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. EVM തിരിമറിയാണ് ഈ നിമിഷം, ഈ മണിക്കൂറുകളിൽ ബംഗാളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത്. അങ്ങനെ ഒരു ആരോപണം കടുപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. മാത്രമല്ല, അത് സ്ഥാപിക്കാനായി ചില വിഷ്വൽസ് ഇന്ന് വൈകിട്ട് പുറത്തുവിട്ടിരുന്നു. അത് നേതാജി
ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ചെടുത്തു എന്നുള്ള ദൃശ്യങ്ങളായിരുന്നു. അതിൽ ആരോപിച്ചത് പോളിംഗ് മെഷീനുകൾ ചിലരെത്തി തിരിമറി നടത്തുന്നതിന്റെ തെളിവുകളാണ് ഇത് എന്ന മട്ടിലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അങ്ങനെയല്ല, സ്ട്രോങ് റൂം തുറന്നിട്ടില്ല. സമീപത്ത് മറ്റൊരു റൂമിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിരുന്നു. അത് മണ്ഡലാടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ജോലിയായിരുന്നു കോറിഡോറിൽ വെച്ച്, ഇടനാഴിയിൽ വെച്ച് നടന്നത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണം. പിന്നീടാണ് അവിടെ ഉണ്ടായിരുന്ന ധർണ, തൃണമൂൽ പ്രവർത്തകർ, കുനാൽ ഘോഷ് അടക്കമുള്ള നേതാക്കൾ നടത്തിയ സമരം അവിടെ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അങ്ങനെ അവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. ആ സമയമാണ് മറ്റൊരിടത്ത് ഭവാനിപ്പൂരിലെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മമതാ ബാനർജി നേരിട്ടെത്തി എന്നുള്ള വിവരം ലഭിക്കുന്നത്. 2 മണിക്കൂറിലധികമായി മമതാ ബാനർജി ഉണ്ട്. ഇപ്പോൾ കേന്ദ്രസേന യഥാർത്ഥത്തിൽ ഇവിടുത്തെ നിയന്ത്രണം കേന്ദ്രസേന ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. കേന്ദ്രസേനയ്ക്ക് നേരെയാണ് ഇപ്പോൾ BJP പ്രവർത്തകരുടെ ആക്രോശം. അത്രയും ഇപ്പോൾ കേന്ദ്രസേന പ്രവർത്തകർക്കെതിരെയാണ്. തൃണമൂലിന് വേണ്ടി ഇവിടെ ഒത്താശ ചെയ്യുകയാണ്. തൃണമൂൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ എത്തി EVM തിരിമറി നടത്താൻ എത്തിയതാണ് എന്നതാണ് ആരോപണം. ആ ആരോപണത്തിന്റെ ഭാഗമായാണ് ആ വാഹനം തടയുകയും ചെയ്തത്. തൃണമൂലിന്റെ സ്റ്റിക്കറുകൾ ഒട്ടിച്ച തൃണമൂൽ പ്രവർത്തകർ സഞ്ചരിച്ചു എന്ന് കരുതുന്ന വാഹനമാണ് അവർ തടയുകയും ചെയ്തത്. അങ്ങനെയാണ് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ കേന്ദ്രസേന കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഇപ്പോൾ പ്രവർത്തകരെ മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് സംഘടിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം, ഒരു ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രസേനയെ ഒപ്പം കൊൽക്കത്ത പോലീസ് ഇപ്പോൾ നടത്തുന്നത്. മമതാ ബാനർജി ഇനി വോട്ടെണ്ണാൻ ഏകദേശം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പശ്ചിമ ബംഗാളിൽ ഇത്തരത്തിലൊരു നാടകീയ രംഗങ്ങൾ കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അത്രയധികം വലിയ രീതിയിലാണ് പ്രതിഷേധം നടക്കുന്നത്. EVM തിരിമറി ആരോപിച്ചാണ് ഭവാനിപ്പൂരിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന ഷെഖാവത് മെമ്മോറിയൽ സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഇന്ന് വൈകുന്നേരം കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു പ്രശ്നവും ഇല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ നേപ്പാളിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 17 പേർക്ക് ദാരുണാന്ത്യം. കനത്ത മഴയെ തുടർന്നുണ്ടായ ചെളിയിൽ ജീപ്പ് തെന്നുമാറിയതാണ് അപകട കാരണമെന്ന് പോലീസ് പറയുന്നു. വൈശാഖ പൂർണിമ ആഘോഷത്തിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അരവിന്ദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വൈകുന്നേരത്തോടു കൂടിയാണ് നേപ്പാളിലെ റോൾപ ജില്ലയിൽ അപകടമുണ്ടാകുന്നത്. ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് 17 പേർക്ക് ആ ജീവൻ നഷ്ടമായത്. 700 മീറ്റർ താഴ്ചയിലുള്ള കൊക്കയിലേക്ക് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ റോഡിലുണ്ടായ ചെളിയിൽ ജീപ്പ് തെന്നിമാറി എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ദുർഘടമായ കാലാവസ്ഥ കാരണം ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടുതൽ പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഈ കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നും ആ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വൈശാഖ പൂർണിമ ആഘോഷത്തിൽ പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ജീപ്പിൽ ഇത്തരത്തിൽ അമിതമായ ആളുകളെ കയറ്റിയതും ഒരു അപകട കാരണമായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. 17 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ശ്രീനിധി. അരവിന്ദ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കേണ്ടതുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് ബോട്ട് മുങ്ങി 4 പേർക്ക് ദാരുണാന്ത്യം. ജബൽപൂരിലെ ബാർഗി അണക്കെട്ടിലാണ് അപകടമുണ്ടായത്. മധ്യപ്രദേശ് ടൂറിസം വകുപ്പിന്റെ ക്രൂയിസ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അരവിന്ദ്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ്? ശ്രീനിധി, ഇനിയും 10 പേരെ കണ്ടെത്താനുണ്ട് എന്നതാണ് മധ്യപ്രദേശ് സർക്കാരും പോലീസും അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ NDRFന്റെയും SDRFന്റെയും സംഘങ്ങൾ ഈ മേഖലയിൽ ഇപ്പോഴും പരിശോധന നടത്തുന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 31 പേരുമായി പോയ മധ്യപ്രദേശ് ടൂറിസം വകുപ്പിന്റെ ക്രൂയിസ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അമിതഭാരം തന്നെയാണ് ഇവിടെയും ഒരു കാരണമായി പോലീസ് വിലയിരുത്തുന്നത്. ശക്തമായ കാറ്റ് മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ കാറ്റും ഈ ബോട്ട് മുങ്ങാൻ കാരണമായതായും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 15 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ ആ പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ ബാക്കി കണ്ടെത്താനുള്ള 10 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ പോലീസ് അറിയിക്കുന്നുണ്ട്. രാത്രി വൈകിയും ജബൽപൂരിലെ ബാർഗി അണക്കെട്ടിന് സമീപത്ത് ആ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ശ്രീനിധി. ശരി, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പുതിയ അംഗങ്ങൾ നിയമസഭയിൽ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ലെന്ന സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ മാത്യു കുഴൽനാടൻ. വിമർശയ്ക്കും മുമ്പ് പുതിയ അംഗങ്ങൾക്ക് അർഹിക്കുന്ന പിന്തുണയും പ്രോത്സാഹനവും ചെയറിന്റെ ഭാഗത്തു നിന്നും നൽകിയോ എന്ന് മാത്യു കുഴൽനാടൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ നിഷാലിനെ കണ്ടെത്തി. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബന്ധുക്കളാണ് കണ്ടെത്തിയത്.
അനീഷ് ദേവസിയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. അനീഷ്, എപ്പോഴാണ് നിഷാലിനെ കണ്ടെത്തിയത്? എന്താണ് വിവരം? ശ്രീനിധി, ഈ താമരശ്ശേരിയിൽ നിന്ന് കാണാതായ നിഷാൽ സൽമാനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 8 മണിയോടുകൂടി ഈ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബന്ധുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടാണ് ഈ നിഷാലിനെ വീട്ടിൽ നിന്നും കാണാതായത്. ഈ നിഷാൽ അർബുദ രോഗബാധിതനായിരുന്നു. ഇന്ന് നിഷാലിന് കീമോ ചെയ്യേണ്ടതായിരുന്നു. ഈ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായി കുളിച്ചതിന് ശേഷം ഇളയമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് നിഷാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ പിന്നീട് വീട്ടിൽ നടത്തിയ ഒരു പരിശോധനയിൽ ഒരു കത്ത് കണ്ടെത്തിയിരുന്നു. ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുത്തില്ല, പോകുന്നു, ബൈക്ക് 22-ാം മൈലിൽ വെക്കുന്നു എന്നാണ് ഈ കത്തിൽ എഴുതിയിരുന്നത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിനാണ് ഈ 22-ാം മൈലിൽ നിന്ന് കടയുടെ മുന്നിൽ നിന്ന് നിഷാലിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. ഈ പ്രദേശത്തെ കടകളിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഈ നിഷാൽ കോഴിക്കോട് ഭാഗത്തേക്ക് ഒരു ബസ്സിൽ കയറി പോകുന്നതായി ഈ വ്യാപാരികൾ മൊഴി നൽകിയിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ വൈകുന്നേരം 8 മണിയോടുകൂടി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബന്ധുക്കൾ നിഷാദിനെ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീനിധി, കോഴിക്കോട് നടുവണ്ണൂർ കരുവണ്ണൂരിൽ രോഗിയുമായി പോയ ആംബുലൻസിന് നേരെ കല്ലേറ്. പേരാമ്പ്രയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അനീഷ് ദേവസ്യ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിനു കാരണം? വിവരങ്ങൾ എന്താണ്? ഇത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 കോഴിക്കോട് നടുവണ്ണൂർ കരുവണ്ണൂരിലാണ് ഈ സംഭവം. ഈ പേരാമ്പ്രയിൽ നിന്നും അടിയന്തര ചികിത്സയ്ക്കായി രോഗിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് ആണ് ആക്രമിക്കപ്പെട്ടത്. ഈ റോഡരികിൽ നടന്നു പോവുകയായിരുന്ന മധ്യവയസ്കൻ ഈ ആംബുലൻസ് വരുന്നത് കണ്ട് കൈ കാണിച്ച് നിർത്താൻ ശ്രമിച്ചു. എന്നാൽ വാഹനം അടുത്തെത്തിയപ്പോൾ ഇയാൾ ആംബുലൻസിന് നേരെ കല്ലെറിയുകയായിരുന്നു. ഈ കല്ലേറിൽ ആംബുലൻസിന്റെ ഇടതുവശത്തെ ഗ്ലാസിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രതി കല്ലെറിയുന്ന ദൃശ്യങ്ങൾ സമീപത്തെ പെട്രോൾ പമ്പിലെ ഈ CCTVയിൽ നിന്ന് വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശ്രീനിധി, ശരി, അന്വേഷണം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അനീഷ് ദേവസിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാന സർവീസ് സൗദിയിലെത്തി. ഇന്ത്യൻ കൗൺസിൽ ജനറലിന്റെ നേതൃത്വത്തിൽ ജിദ്ദയിൽ ഊഷ്മളമായ വരവേൽപ്പാണ് തീർത്ഥാടകർക്ക് ലഭിച്ചത്. ജിദ്ദയിൽ നിന്നും തീർത്ഥാടകർ റോഡ് മാർഗം മക്കയിലേക്ക് പോയി. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ വിമാനത്തിൽ ഫൈനാസ് വിമാനത്തിൽ 400-ലധികം തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. ജിദ്ദ വിമാനത്താവളത്തിൽ തീർത്ഥാടകർക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, അതോടൊപ്പം തന്നെ ഹജ്ജ് കോൺസുലും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഉദ്യോഗസ്ഥരും മലയാളികളായ സന്നദ്ധ പ്രവർത്തകരെല്ലാം ചേർന്നാണ് തീർത്ഥാടകരെ സ്വീകരിച്ചത്. അവർക്ക് സമ്മാനങ്ങളും മധുരമൊക്കെ വിതരണം ചെയ്ത് തീർത്ഥാടകർക്ക് ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ജിദ്ദ വിമാനത്താവളത്തിൽ ലഭിച്ചത്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ തീർത്ഥാടകർക്ക് വിമാനത്താവളത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമ്മുടെ ഹാറ്റ് കാർഡ്, ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് കാർഡ് അവിടെ പ്രദർശിപ്പിക്കാൻ പറയുകയും അത് നോക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഹാജിമാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ലഗേജുകൾ എടുക്കാതെ, ഐഡന്റിഫൈ ചെയ്യാതെ നേരിട്ട് തന്നെ അവരുടെ ലഗേജുകൾ മക്കയിലെ താമസ സ്ഥലത്ത് എത്തിക്കും. ഇവിടെ നിന്ന് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് തീർത്ഥാടകർ നേരിട്ട് റോഡ് മാർഗം മക്കയിലേക്ക് പോകും. മക്കയിൽ ഉംറ നിർവഹിച്ച് ഹജ്ജ് കർമ്മങ്ങൾ കഴിയുന്നത് വരെ മക്കയിലാണ് ഈ തീർത്ഥാടകർ താമസിക്കുക. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിലാണ് ഇവിടെ എത്തിയത്. ഇവിടെ നല്ല സ്വീകരണമാണ്. എല്ലാവരും നമ്മളെ ഇതൊക്കെ സ്വീകരിച്ച് എന്താ പറയുക, ഒരുപാട് സന്തോഷം. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. ഒന്നും പറയാൻ കിട്ടില്ല. സത്യം പറഞ്ഞ ഇവിടെ എത്തുന്ന സമയത്ത് വാക്കുകളില്ല. എന്തായാലും എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനത്തിനായി മദീനയിലേക്ക് പോകും. മദീനയിൽ 8 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മദീനയിൽ നിന്നായിരിക്കും മലയാളികളായ കേരള ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. വയനാട് ടൗൺഷിപ്പിലെ ആദ്യഘട്ട വീടുകളിൽ 26 വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറി. 19 വീടുകളാണ് അന്തിമഘട്ട പരിശോധനയ്ക്ക് ശേഷം ഇന്ന് കൈമാറിയത്. അതേസമയം ആദ്യഘട്ടത്തിലെ മുഴുവൻ വീടുകളും ഗുണഭോക്താക്കൾക്ക് ലഭിച്ച ശേഷമേ താമസം തുടങ്ങുന്നുള്ളൂവെന്ന് ദുരന്തബാധിതർ വ്യക്തമാക്കി. അന്തിമ ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷം 26 വീടുകളാണ് ഇതുവരെ കൈമാറിയത്. ക്ലസ്റ്ററുകൾ തിരിച്ച് വീടുകൾ കൈമാറുമെന്നായിരുന്നു ഊരാളുങ്കൽ അധികൃതർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം കൈമാറിയ 7 വീടുകൾക്ക് പുറമെ 3-ാം സോണിലെ B ക്ലസ്റ്ററിലെ 9 വീടുകളും 4-ാം സോണിലെ A ക്ലസ്റ്ററിലെ 10 വീടുകളുമാണ് ഇന്ന് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. ബാക്കിയുള്ള 152 വീടുകളുടെ ഗുണനിലവാര പരിശോധനകൾ പുരോഗമിക്കുകയാണ്. മഴക്കാലം ആരംഭിക്കും മുൻപ് ആദ്യഘട്ടത്തിലെ മുഴുവൻ വീടുകളും ഗുണഭോക്താക്കൾക്ക് നൽകാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതേസമയം വീടുകളിൽ ഇപ്പോൾ താമസം തുടങ്ങുന്നില്ല എന്നും ആദ്യഘട്ടത്തിലെ മുഴുവൻ വീടുകളും ഗുണഭോക്താക്കൾക്ക് ലഭിച്ച ശേഷമേ താമസം തുടങ്ങുന്നുള്ളൂ എന്നും ദുരന്തബാധിതർ വ്യക്തമാക്കി. 24 വയനാട്.
ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ കൂട്ടി. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് ചേരുന്നത്. റഹീസ്, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളൊക്കെ കൂട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ കുവൈറ്റിലേക്ക് സർവീസ് ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് അല്ലെ? ശ്രീനിധി, അങ്ങനെ തന്നെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കുമുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നിർത്തിവെച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് ഒരു ഘട്ടത്തിൽ തുടങ്ങിയിരുന്നു. ഈ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കുമുള്ള സർവീസുകൾ മാത്രം തുടങ്ങിയില്ല, മറ്റു രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ തുടങ്ങി. എന്നാൽ ആ സർവീസുകൾ കുറവായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെ വീണ്ടും സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്നും കണ്ണൂരേക്കും കോഴിക്കോടേക്കുമാകും സർവീസുകൾ ഉണ്ടാകുക. ദോഹയിൽ നിന്ന് കൊച്ചി, കോഴിക്കോട് സർവീസുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളൊക്കെയും വർദ്ധിപ്പിച്ചതോടുകൂടി ഏതാണ്ട് 40-ലധികം സർവീസുകളാണ് പ്രതിദിനം എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെയും നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന തരത്തിലാണ് അതിന്റെ ഒരു ടൈം ടേബിൾ ഒക്കെയും പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ 4 വിമാനത്താവളങ്ങളിൽ നിന്നും, കേരളത്തിൽ ഉള്ള വിമാനത്താവളങ്ങളിൽ നിന്നും ഈ UAE-യിലെ അടക്കമുള്ള വിവിധ എയർപോർട്ടുകളിലേക്ക് സർവീസുകളുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു പഴയ രീതിയിലേക്കൊക്കെ സർവീസുകൾ മാറുന്നു എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. എന്നാൽ കുവൈറ്റിലേക്ക് സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. നമുക്കറിയാം, അവിടെ കുവൈറ്റിൽ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വിമാനത്താവളം വീണ്ടും തുറന്നു പ്രവർത്തിച്ചത്. പ്രധാനമായിട്ടും നാഷണൽ കാരിയേഴ്സ് മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബലിപെരുന്നാളൊക്കെയും ഒരു 10-20 ദിവസത്തിന് ശേഷം വരാനിരിക്കെ ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. ശ്രീനിധി. ശ്രീ മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM ലോക്കൽ സെക്രട്ടറി KCB ജീവനക്കാരനെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചതായി പരാതി. അത്തിക്കോട് നടുപാളയം സ്വദേശി S വിദ്യാധരനാണ് മർദ്ദനമേറ്റത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ഷാരിഖ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്? എന്താണ് മർദ്ദനത്തിന് പിന്നിലെ കാരണം? ശ്രീനിധി, 28-ാം തീയതി ഉച്ചയ്ക്ക് 12:30 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അതായത് പണമിടപാടിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയാണ് കൊഴിഞ്ഞാമ്പാറയിലെ CPM ലോക്കൽ സെക്രട്ടറി NM അരുൺ പ്രസാദ് ഈ KCB ഓഫീസിലെ ജീവനക്കാരനെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. ശേഷം ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഇതിനുശേഷമാണ് KCB ജീവനക്കാരനെ CPM ലോക്കൽ സെക്രട്ടറി NM അരുൺ പ്രസാദ് മർദ്ദിക്കുന്നത്. അതായത് അത്തിക്കോടം നെടുപാളയം സ്വദേശിയും KCB ജീവനക്കാരുമായ S വിദ്യാധരനാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. ഇദ്ദേഹം ഉടനെ തന്നെ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയിരുന്നു. കൊഴിഞ്ഞാമ്പാറ പോലീസ് ഇന്ന് NM അരുൺ പ്രസാദിനെതിരെ, അതായത് CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഈ ഇദ്ദേഹം ഈ NM അരുൺ പ്രസാദ് ഈ KCB ജീവനക്കാരനെ അസഭ്യം പറയുന്നതും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ശ്രീനിധി. പാലക്കാട് തൃത്താലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആദ്യമ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഷാരിഖ് നവാസ് കൂടി ചേരുന്നുണ്ട്. ഷാരിഖ്, ആ ദൃശ്യങ്ങൾ ഏറെ പേടിപ്പെടുന്നതാണ്. അപ്പോഴും യാത്രക്കാർ രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് ആശ്വാസകരം. ശ്രീനിധി, തീർച്ചയായും വലിയൊരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ CCTVയിലൂടെ പുറത്തു വന്ന് കണ്ടത്. പ്രേക്ഷകർ അത്തരത്തിൽ വലിയ ഒരു ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ സഞ്ചരിച്ച ഈ അപകടത്തിൽപ്പെട്ട 3 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വലിയൊരു ആശ്വാസകരമായ കാര്യവുമുണ്ട്. കാഞ്ഞിരത്താണി നടുവട്ടം റോഡിൽ കൊള്ളന്നൂർ കുന്നത്തുകാവിന് സമീപമാണ് ഇന്നലെ രാവിലെ 11 മണിയോടെ ഈ അപകടം ഉണ്ടാകുന്നത്. ഈ പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ 2 കുട്ടികളും ഒരു മുതിർന്ന വ്യക്തിയുമാണ് ഈ പരിക്കുകളില്ലാതെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇവർ എടപ്പാൾ ഭാഗത്തുനിന്നും കാഞ്ഞിരത്താണി ഭാഗത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്നാണ് കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലും അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചത്. ശ്രീനിധി. ശ്രീ ഷാരിഖ് നവാസ് ആണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു അപകട വാർത്തയുടെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ആനാട് ഇലക്ട്രിക് സ്കൂട്ടറിൽ കാർ ഇടിച്ച് യുവാവ് മരിച്ചു. പേരൈപ്പാളയം സ്വദേശി വിനയ് കുമാറാണ് മരിച്ചത്. റിനു ശ്രീധരാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. റിനു, എപ്പോഴായിരുന്നു അപകടം? എന്താണ് വിവരം? ശ്രീനിധി, ഇന്ന് വൈകുന്നേരം 6:30യോടുകൂടി തെങ്കാശി തിരുവനന്തപുരം സംസ്ഥാന പാതയിലെ ആനാട് CSI പള്ളിക്ക് സമീപമായിരുന്നു അപകടം ഉണ്ടായത്. പേരയം പാണയം സ്വദേശിയായിട്ടുള്ള വിനയ് കുമാറാണ് അപകടത്തിൽ മരിച്ചത്. കാറും ഈ വിനയകുമാർ സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടറും തമ്മിൽ
ഇടിക്കുകയായിരുന്നു. അതിനുശേഷം വിനയകുമാറിന്റെ ശരീരത്തിലൂടെ ഈ കാർ കയറി ഇറങ്ങി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നാട്ടുകാർ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വിനയകുമാറിനെ എത്തിച്ചു. അവിടെ നിന്നും കരകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു. പക്ഷേ വിനയകുമാറിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. പേരയം പാണയം സ്വദേശിയാണ്. 35 വയസ്സാണ് വിനയകുമാറിന്. ശ്രീനിധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.